നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴയാറിന്റെ പുഴയോര നടപ്പാത ഇനി പ്രകാശപൂരിതമാകും. നടപ്പാതയിലെ വിളക്കുതൂണുകളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. ഉയരം 6 അടിയോളം വർദ്ധിക്കുന്ന പ്രവൃത്തികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ദേശീയ പണിമുടക്കിനുണ്ടായ അക്രമത്തിലും മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ചതിലും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ എറണാകുളം ജില്ലാ സൂപ്രണ്ടിന് കമ്മീഷൻ നിർദ്ദേശം. കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി എറണാകുളം ജില്ലാ സമ്മേളനം നടത്തി. ഉദ്ഘാടനം ചെയ്ത പ്രമുഖ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ജോസഫ് സി മാത്യു. സമാപന സമ്മേളനം മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ജന്തർ മന്ദറിൽ നേതാക്കൾക്ക് നേരെയുള്ള പോലീസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച ഡീൻ കുര്യാക്കോസ് MPക്ക് സ്വീകരണം. മുസ്ലിം യൂത്ത് ലീഗ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെഹ്റു പാർക്കിലാണ് സ്വീകരണം നൽകിയത്. മാസപ്പടി കേസിൽ വിജിലൻസ് അല്ലെങ്കിൽ CBI അന്വേഷണം വേണമെന്ന് മാത്യു കുഴൽനാടൻ MLA. മൂവാറ്റുപുഴയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രതികരണം. അന്വേഷണം നടക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് വരുമെന്നും മാത്യു കുഴൽനാടൻ. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴയാറിന്റെ പുഴയോര നടപ്പാത പ്രകാശപൂരിതമാക്കുന്നതിനുള്ള അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. നിലവിലുള്ള വിളക്കുതൂണുകളുടെ ഉയരം 6 അടിയോളം വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴയാറിന്റെ പുഴയോര നടപ്പാത പ്രകാശപൂരിതമാക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വെള്ളപ്പൊക്കത്തിലും സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമങ്ങളിലും തകരാറിലായ വഴിവിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾക്കാണ് നഗരസഭ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നിലവിലുള്ള വിളക്കുതൂണുകളുടെ ഉയരം 6 അടിയോളം വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തികൾ നടന്നുവരികയാണ്. പ്രവർത്തനങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കും. ഏറെ നാളുകളായി ഇരുട്ടിലായിരുന്ന പ്രദേശം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരുന്നു. ഇതേ തുടർന്നാണ് നഗരസഭയുടെ നടപടി. വഴിവിളക്കുകൾ വീണ്ടും വഴി തുറക്കുന്നത് പുഴയോര നടപ്പാതയെ സ്ഥിരമായി ആശ്രയിക്കുന്ന പ്രഭാത സായാഹ്ന സവാരിക്കാർക്ക് വലിയ ആശ്വാസമാകും. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മരം വീണ്ടു തകർന്ന കൈവരികൾ പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും ഉടൻ ആരംഭിക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. ദേശീയ പണിമുടക്കിൽ നടന്ന അക്രമ സംഭവങ്ങളിലും മാധ്യമപ്രവർത്തകന് നേരെയുണ്ടായ മർദ്ദനത്തിലും കേസെടുത്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 4 ആഴ്ചയ്ക്കകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ എറണാകുളം ജില്ലാ പോലീസ് സൂപ്രണ്ടിന് നിർദ്ദേശം. 2025 ജൂലൈ 9 നടന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിൽ KSRTC ബസിന് നേരെ കല്ലേറ് നടത്തുകയും ജീവനക്കാരെ പരിക്കേൽപ്പിച്ച് യാത്രക്കാരിൽ ഭീതി സൃഷ്ടിക്കപ്പെടുകയും മാധ്യമപ്രവർത്തകനെ ആക്രമിക്കുകയും ചെയ്തതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. എറണാകുളം ജില്ലാ പോലീസ് സൂപ്രണ്ട് അന്വേഷണം നടത്തി 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകി. പണിമുടക്കിൽ റോഡിൽ ആംബുലൻസുകളും രോഗികളുമായി ആശുപത്രിയിലേക്ക് പോയ വാഹനങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തി ചികിത്സ നിഷേധിക്കാനുള്ള ശ്രമം നടക്കുകയും വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകനെ സമരാനുകൂലികൾ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് നടപടി ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനും ഓട്ടോ തൊഴിലാളിയുമായ വാഴപ്പിള്ളി മുണ്ടക്കൽ MJ ഷാജി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ പരാതി തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് നൽകിയത്. 2025 ജൂലൈ മാസം 9-ാം തീയതി ദേശീയ പണിമുടക്ക് നടന്നു. ആ ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായിട്ട് മൂവാറ്റുപുഴയിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറുകയുണ്ടായി. സമരാനുകൂലികൾ KSRTC ബസ് തടഞ്ഞു നിർത്തി ചില്ലിന് കല്ലെറിയുകയും ജീവനക്കാരെ പരിക്കേൽക്കുകയും സംഭവം ഉണ്ടായി. യാത്രക്കാർ ഭീതിയിലാഴ്ത്തുകയും അതുപോലെ തന്നെ അത്യാവശ്യ സർവീസുകളായ ആംബുലൻസ്, ആശുപത്രിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ഈ തെരുവിൽ തടയപ്പെട്ടു. ഈ അനിഷ്ട സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ MCV റിപ്പോർട്ടറും ക്യാമറമാനുമായ അനൂപ് സത്യനും അന്നത്തെ പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിന് മാരകമായി പരിക്കേൽക്കുകയുണ്ടായി. സമരാനുകൂലികൾ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയുണ്ടായി. അന്ന് നടന്ന സംഭവങ്ങൾ അന്വേഷിച്ച്, അതായത് എറണാകുളം ജില്ലാ സൂപ്രണ്ട് അന്വേഷിച്ച് 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ഉണ്ടായി. അതിൻ്റെ ഉത്തരവാണ് ഈ വന്നിരിക്കുന്നത്. ഈ മനുഷ്യാവകാശ ലംഘനം നടന്നതായിട്ട് ഈ അന്വേഷണ കമ്മീഷന് പ്രാഥമികമായ രീതിയിൽ തെളിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് ജില്ലാ സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സിനും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് പരാതി അയച്ചു കൊടുത്തിട്ട്
ഇതിൻ പ്രകാരം എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. 9/7/2025 ഈ സംഭവത്തിന് ആധാരമായ ഇത് നടക്കുന്നത്. ഞാൻ 10/7/2025 അതായത് പിറ്റേ ദിവസം തന്നെ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്നത്തെ പത്രവാർത്തയുൾപ്പെടെ രേഖകളൊക്കെ വെച്ച് ബഹുമാനപ്പെട്ട കമ്മീഷന് പരാതി നൽകുകയുണ്ടായി. അനുകൂലമായി എന്തെങ്കിലും ഒരു കഴമ്പില്ലാതെ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെടുകയില്ല. അല്ലാതെ പരാതി അന്ന് തന്നെ കളഞ്ഞേനെ. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തോ സംഭവം നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് പരാതിയുടെ പകർപ്പയച്ച് ഈ വിഷയത്തിൽ നടപടി സ്വീകരിച്ചോ എന്നും പരിശോധിക്കാനും നിർദ്ദേശമുണ്ട്. മേൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം കമ്മീഷൻ തുടർ നടപടി സ്വീകരിക്കും. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി എറണാകുളം ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ നടത്തി. അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ജില്ലാ സമ്മേളനം പ്രമുഖ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ജോസഫ് സി മാത്യു ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി എറണാകുളം ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ നടത്തി. അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ജില്ലാ സമ്മേളനം പ്രമുഖ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ജോസഫ് സി മാത്യു ഉദ്ഘാടനം ചെയ്തു. ഇവിടെയുള്ള മുഴുവൻ ആൾക്കാർക്കും അധിവസിക്കാനുള്ള പുരയിടം ഇവിടെ വേണം. അത് പുരയിടമായിരിക്കണം. പുര വെക്കാനുള്ള ഇടം, ഇവിടുത്തെ വ്യവസായങ്ങൾക്ക് വേണ്ടുന്ന പുരയിടം ഇവിടെ ഉണ്ടാവണം. അപ്പോൾ പുരയിടങ്ങളുടെ പരിധി തീരുമാനിക്കുന്നത് ജനസംഖ്യാനുപാതികമായിട്ടായിരിക്കണം. ഒരാൾക്ക് 15 ഏക്കർ പുരയിടം, വേറൊരാൾക്ക് 15 ഏക്കർ പാടം എന്ന് പറയുന്നത് അശാസ്ത്രീയമാണ്. പാടത്ത് വീട് വെക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഭൂമിയുടെ സ്വഭാവത്തിനനുസരിച്ചൊരു വേർതിരിവുണ്ടാവുകയും ഭൂമിയുടെ ആ ക്യാരക്ടറിനനുസരിച്ചുള്ള പരിധി നിശ്ചയിക്കുകയും ചെയ്യുന്നതിലാണ്. പുരയിടങ്ങൾക്കൊരു പരിധി, പാടത്തിന് വേറൊരു പരിധി. കൃഷി ചെയ്യാത്തവന് കൃഷിസ്ഥലം ആവശ്യമില്ല, പക്ഷെ അവന് പുരയിടം ആവശ്യമുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള വിപുലമായ ചർച്ചകളിലേക്കും കൂടി നമ്മൾ കടക്കേണ്ടതുണ്ട്. സ്വാഗത സംഘം ചെയർമാൻ PSA ലത്തീഫ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MP മത്തായി, പ്രൊഫസർ K അരവിന്ദാക്ഷൻ, CR നീലകണ്ഠൻ, പ്രൊഫസർ ഫ്രാൻസിസ് കളത്തുങ്കൽ, വിജി മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഉച്ചയ്ക്ക് ശേഷം സമകാലിക കേരളം നേരിടുന്ന 4 വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രത്യേക ചർച്ചാ സമ്മേളനവും നടത്തപ്പെടും. വൈകിട്ട് 5 നടക്കുന്ന സമാപന സമ്മേളനം മാത്തിക്കുഴനാടൻ MLA ഉദ്ഘാടനം ചെയ്യും. ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധത്തിൽ നേതാക്കൾക്ക് നേരെയുള്ള പോലീസ് അതിക്രമത്തിൽ ശക്തമായി പ്രതിഷേധിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്ത ഡീൻ കുര്യാക്കോസ് MPക്ക് സ്വീകരണം നൽകി. മുസ്ലിം യൂത്ത് ലീഗ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെഹ്റു പാർക്കിലാണ് സ്വീകരണമൊരുക്കിയത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിൽ നടന്ന പ്രതിപക്ഷ നേതാക്കളുടെ പ്രതിഷേധത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് നേരെയുള്ള പോലീസ് അതിക്രമത്തിൽ ശക്തമായി പ്രതിഷേധിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്ത ഡീൻ കുര്യാക്കോസ് MPക്ക് മുസ്ലിം യൂത്ത് ലീഗ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ നെഹ്റു പാർക്കിലാണ് MPക്ക് സ്വീകരണമൊരുക്കിയത്. യൂത്ത് ലീഗിന്റെ അഭിവാദ്യങ്ങൾ ഡീൻ കുര്യാക്കോസിന്റെ അഭിവാദ്യങ്ങൾ സമരനായകൻ അഭിവാദ്യങ്ങൾ യൂത്ത് ലീഗിന്റെ അഭിവാദ്യങ്ങൾ. സംഘപരിവാർ ഭരണകൂടത്തിന്റെ ഏതു പ്രതിരോധങ്ങളെയും തകർക്കുന്ന രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളുമായി ഇനിയും മുന്നോട്ടു പോകുമെന്ന് MP പറഞ്ഞു. ഈ രാജ്യത്തെ ജനങ്ങളുടെ ഒരു ന്യായമായ ആവശ്യത്തിന് പേരിൽ സമരം ചെയ്യേണ്ടി വന്നാൽ അത് താൻ വഹിക്കുന്ന പദവിയല്ല പ്രശ്നം. ആ സമരരംഗത്ത് ആത്മാർത്ഥതയോടുകൂടി നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നിലപാട്. അപ്പൊ അദ്ദേഹത്തോടൊപ്പം ഒരു സമരത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നു എന്നത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ അദ്ദേഹത്തെ ഏത് വിധത്തിലാണ് പോലീസ് കൈകാര്യം ചെയ്തതെന്ന്. അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്നും ചോര പൊടിയുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഏത് വിധത്തിലാണ് സാക്ഷാൽ രാഹുൽ ഗാന്ധിയെ പോലും കൈകാര്യം ചെയ്യാൻ ഡൽഹിയിലെ പോലീസ് ശ്രമിച്ചത്. അപ്പോൾ എന്നെ പോലെ ഒരു സാധാരണപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകനായി നിങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ഈ രംഗത്തേക്കൊക്കെ കടന്നു വന്ന ഒരാൾക്ക് സമരരംഗത്ത്
സ്വാഭാവികമായും കുറച്ചൊക്കെ അഗ്രസീവായി പോകേണ്ടി വരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അക്കാര്യത്തിലൊന്നും സംശയമില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ എല്ലാം മറന്ന് ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി അണിനിരക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന ഇന്ത്യ മുന്നണിയുടെ നിലപാട്, അഥവാ ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ നിലപാട് ഒറ്റക്കെട്ടായിട്ടുള്ള നിലപാടാണ്. സമരം ഇവിടെ അവസാനിക്കുന്നില്ല. ഇവിടെ ഡൽഹി പോലീസല്ല, ഇനിയല്ല പട്ടാളമല്ല, ഏത് വിധത്തിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദം അടിച്ചമർത്താൻ ശ്രമിച്ചാലും അതിനെതിരെ ജീവൻ വെടിഞ്ഞാണെങ്കിലും ഈ സമര പോരാട്ടവുമായി മുൻപോട്ട് പോകുമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും നിലപാട്. മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PA ആരിഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മൂവാറ്റുപുഴ മുനിസിപ്പൽ വൈസ് ചെയർമാൻ PM അബ്ദുൽ സലാം, മുസ്ലിം യൂത്ത് ലീഗ് എറണാകുളം ജില്ലാ സെക്രട്ടറി TM ഹാഷിം, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഇയാസ്, നിയോജക മണ്ഡലം ഭാരവാഹികളായ സിദ്ദിഖ് MS, അൻസാർ ജമാൽ, മുഹമ്മദ് ഷാ, മുഹമ്മദ് കുട്ടി മാഷ്, അഡ്വക്കേറ്റ് ഫസൽ, ഉന്നൈസ് കാലാമ്പൂർ, അബു മുണ്ടാട്ട്, സൈഫുദ്ദീൻ, ഷിഹാബ്, സുധീർ പൈനയിൽ, സാലിഖ് മലേക്കുടി എന്നിവർ പങ്കെടുത്തു. മാസപ്പടി കേസിൽ പിണറായി വിജയനെ പ്രതിയാക്കി അന്വേഷണം വേണമെന്ന് മാത്യു കുഴൽനാടൻ MLA. യഥാർത്ഥ അഴിമതി പുറത്തുവരണമെങ്കിൽ വിജിലൻസ് അല്ലെങ്കിൽ CBI അന്വേഷണം അത്യന്താപേക്ഷിതമാണെന്നും MLA. ഏറെക്കാലമായി പൊതുസമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്ത മാസപ്പടി വിഷയത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം സമഗ്ര അന്വേഷണം നടത്തണമെന്ന് മാത്യു കുഴൽനാടൻ MLA. മൂവാറ്റുപുഴയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് MLAയുടെ പ്രതികരണം. മുൻ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് കരിമണൽ കമ്പനിയിൽ നിന്ന് പണം ലഭിച്ചതെന്നും പിണറായി വിജയനുമായുള്ള ബന്ധത്തിന്റെ പുറത്താണ് കമ്പനിയുടമ കർത്ത പണം നൽകിയതെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. ഇതിൽ നടന്നിട്ടുള്ളത് പച്ചയായ അഴിമതിയാണ് എന്നും ഒരു സേവനവും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രം മുഖ്യമന്ത്രിയിൽ നിന്നും ആനുകൂല്യങ്ങൾ പറ്റുന്നതിനു വേണ്ടി, സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ പറ്റുന്നതിനു വേണ്ടി കരിമണൽ കമ്പനി നൽകിയ പണമാണ് ഈ കോടിക്കണക്കിന് രൂപ എന്നും, അതുകൊണ്ട് ഇതിൽ അഴിമതി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ആക്ഷേപിക്കുകയും എന്നെ വേട്ടയാടുകയും ഞാൻ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് നിയമസഭയിൽ അടക്കം അതിനെ പ്രതിരോധിക്കുകയും ചെയ്ത CPM-ഉം CPM-ന്റെ നേതാക്കന്മാരും ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മറുപടി പറയണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. റൈറ്റ് ഫ്രം ദ ഹോഴ്സ് മൗത്ത് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അതായത് നേരിട്ട് കരിമണൽ കർത്തയിൽ നിന്ന് തന്നെ ഒരു സേവനവും നൽകാതെയാണ് ഞങ്ങൾ കോടിക്കണക്കിന് രൂപ നൽകിയത് എന്നും അന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് പണം നൽകിയത് എന്നും സാക്ഷാൽ കർത്ത തന്നെ പറഞ്ഞ നിലയ്ക്ക് ഇനി ഇതിനപ്പുറത്തേക്ക് ഒരു തെളിവ് അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ഒരു കാര്യം പ്രൂവ് ചെയ്യാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ സംക്ഷിപ്തം എന്ന് പറയുന്നത് ഇത് സേവനത്തിന് വേണ്ടിയിട്ടല്ല, പിണറായി വിജയനുമായുള്ള ബന്ധം അല്ലെങ്കിൽ പിണറായി വിജയനിൽ നിന്നുള്ള സേവനത്തിന് വേണ്ടി നൽകിയ പണമാണ് എന്ന് കരിമണൽ കമ്പനിയുടെ MD ആയ കർത്ത തന്നെ പറയുന്നു. അതാണ് കേരള സമൂഹത്തോട് ഇത്രയും കാലം ഞാൻ പറയാൻ പരിശ്രമിച്ചതും അതിനു വേണ്ടിയിട്ടുള്ള, അത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടങ്ങളും ഒക്കെയാണ് ഞാൻ നടത്തിയത്. കർത്ത തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഈ വിഷയം മുൻപ് ഉന്നയിച്ചപ്പോൾ തന്നെ മോശക്കാരനാക്കാനാണ് ശ്രമം നടന്നത്. എന്നാൽ സത്യം തെളിയിക്കാനുള്ള പോരാട്ടമാണ് താൻ നടത്തിയതെന്നും MLA പറഞ്ഞു. ഞാൻ ഇതില് കണ്ടമാനം ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഐ ഹാഡ് ഗോൺ ത്രൂ തൗസൻഡ്സ് ഓഫ് പേപ്പേഴ്സ്. ആയിരക്കണക്കിന് പേപ്പറുകൾ പരിശോധിച്ച് വ്യക്തമായി കണ്ടെത്തിയ കാര്യങ്ങൾ ജനങ്ങളോട് ഉത്തമ വിശ്വാസത്തോടുകൂടി പറഞ്ഞപ്പോ എന്നെ വേട്ടയാടാനും ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും നിന്നവർ, പ്രത്യേകിച്ച് CPM എന്ന പാർട്ടിയും ആ പാർട്ടിയുടെ നേതാക്കന്മാരും ഇന്ന് ഇതിനെക്കുറിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ മാസപ്പടി എന്ന വിഷയം കേരളം ഏത് നിലയിലാണോ കണ്ടത് അതിന് വലിയൊരു ഇമ്പാക്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. അതിനെ ന്യായീകരിക്കാൻ CPM ശ്രമിക്കുന്തോറും അതിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രിയും നേതാക്കന്മാരും അത് ന്യായീകരിക്കാൻ ശ്രമിച്ചത് അത്രയും CPM പിന്നോട്ട് പോകേണ്ടി വന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ന് ലഭിച്ച വലിയ തിരിച്ചടികളിലൊന്ന്, ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള ഒരു കാരണം അതാണ്. അതുകൊണ്ട് ഞാൻ സന്തുഷ്ടനാണ്. ഞാൻ നടത്തിയ പോരാട്ടങ്ങൾ, ഞാൻ നടത്തിയ നിയമ പോരാട്ടങ്ങളെല്ലാം ഇത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. യഥാർത്ഥ അന്വേഷണം നടക്കേണ്ടത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണമാണ്. അത് ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്നു. ഈദർ വിജിലൻസ് ഓർ CBI. ഒന്നുകിൽ വിജിലൻസ് അന്വേഷണം അല്ലെങ്കിൽ CBI അന്വേഷണം നടന്നാൽ മാത്രമേ ഇതിന്റെ അഴിമതിയുടെ കാണാക്കയങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുള്ളൂ. ഒരു കരിമണൽ കമ്പനിക്ക് വേണ്ടി അധികാരത്തിലിരുന്നു കൊണ്ട് ചെയ്തു കൊടുത്ത കാര്യങ്ങളും വഴിവിട്ട കാര്യങ്ങളും അത് കേരളത്തെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ എങ്ങനെ ബാധിച്ചു എന്നതും അതിലെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോഴാണ് പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് വരിക.
വിഷയത്തിൽ CPM-ന് എന്താണ് പറയാനുള്ളതെന്ന് വ്യക്തമാക്കണം. വിഷയത്തിലെ യഥാർത്ഥ അഴിമതി പുറത്തുവരണമെങ്കിൽ വിജിലൻസ് അല്ലെങ്കിൽ CBI അന്വേഷണം അത്യന്താപേക്ഷിതമാണ്. അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം നടക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് വരുമെന്നും മാത്തിക്കുഴനാടൻ വ്യക്തമാക്കി. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം. INTUC കോതമംഗലം റീജിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും യോഗവും നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും MP-മാർ ഉൾപ്പെടെയുള്ള നേതാക്കളെയും ക്രൂരമായി മർദ്ദിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചു. സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. കോതമംഗലം നഗരത്തിൽ INTUC കോതമംഗലം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും യോഗവും നടത്തി. നഗരസഭ മുൻ ചെയർമാൻ KP ബാബു ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നടന്ന യോഗം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. എന്റെ കൊച്ച് ഒരു ബിരുദം നേടി ഒരു ജോലി കിട്ടിയാൽ എന്റെ കുടുംബം രക്ഷപ്പെടും എന്ന് വിചാരിക്കുന്ന രക്ഷകർത്താക്കളാണ് ഈ രാജ്യത്തുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവരുടെ മനസ്സിൽ ഇരുത്തി വീണുകൊണ്ട് ഈ രാജ്യത്ത് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സംരക്ഷണമില്ലാതെ സർക്കാരിൻ്റെ മക്കൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കൊടുത്ത് ജയിക്കാനുള്ള സാഹചര്യം ഈ രാജ്യത്തുണ്ടാവുന്നു. അതിൻ്റെ പ്രതിഫലനം എന്താണ്? നീറ്റ് UG എഴുതി അതിൽ നിന്ന് റാങ്ക് ലിസ്റ്റുള്ളവരാണ് രാജ്യത്തെ ഡോക്ടർമാരാകുന്നത്. ആ ഡോക്ടർമാരെല്ലാം ഈ പരീക്ഷാ പേപ്പർ ചോർന്ന് അതിൽ നിന്നും എഴുതി വരുന്ന ആളുകൾ മെരിറ്റില്ല. മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർമാർ ഈ രാജ്യത്ത് ഉണ്ടാകില്ല. ഈ രാജ്യത്ത് പണമുള്ളവന് നീറ്റ് UG ജയിക്കാനും അങ്ങനെ പരീക്ഷയിൽ 1ാം റാങ്കും 2ാം റാങ്കും വാങ്ങാനും ഈ രാജ്യത്ത് ഡോക്ടറാവാനും കഴിയുമ്പോൾ ഈ രാജ്യത്ത് വളരെ പ്രതീക്ഷയോടുകൂടി പകലില്ലാതെ പഠിച്ച് കൂലിപ്പണി ചെയ്ത് മക്കളെ പഠിപ്പിക്കുന്ന പാവപ്പെട്ടവൻ്റെ പ്രതീക്ഷ അസ്തമിക്കുകയാണ്. റീജിയണൽ വൈസ് പ്രസിഡന്റ് KM കാസിം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സണ്ണി വർഗീസ്, ചന്ദ്രലേഖ ശശിധരൻ, ജിജി സാജു, CD മുഹമ്മദ്, ബേസിൽ തണ്ണിക്കോട്, ആന്റണി KV, സുരേഷ് ആലപ്പാട്ട്, ബഷീർ ചിറങ്ങര, റസാഖ് നേരിമംഗലം, വിൽസൺ കൊച്ചുപറമ്പിൽ, KM സലീം, MS നിബു, ജിജോ ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ടാർ മിക്സിംഗ് പ്ലാന്റിൽ നിന്നും ലോഡുമായി വന്ന ടിപ്പർ ലോറി 50 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം. കൂത്താട്ടുകുളം ജോസ്ഗിരി ചെമ്പമല റോഡിൽ വെള്ളിയാഴ്ചയുണ്ടായ അപകടത്തിൽ ഡ്രൈവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കിഴക്കുമ്പ് വെങ്കുളം ഭാഗത്ത് ടാർ മിക്സ് കയറ്റിയ ടോറസ് ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം. കൂത്താട്ടുകുളം ജോസ്ഗിരി ചമ്പമല റോഡിൽ ചമ്പമല ജംഗ്ഷന് സമീപം വെള്ളിയാഴ്ച 11ഓടെ ലോഡുമായി വരികയായിരുന്ന ലോറി എതിർദിശയിലെത്തിയ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർത്ത് മറിയുകയായിരുന്നു. ടാർ മിക്സിംഗ് പ്ലാന്റിൽ നിന്നും ലോഡുമായി വന്ന 10 വീൽ ടോറസ് ലോറി റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് 50 അടി താഴ്ചയിലേക്ക് മലക്കം മറിയുകയായിരുന്നു. ടോറസ് ലോറിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ സുദീപ് പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ടോറസ് വരുമ്പോൾ അതിനെതിരെ ഓട്ടോറിക്ഷ കാരണം ഞാൻ കടക്കകത്തായിരുന്നു. അപ്പോൾ സൈഡ് ഒതുക്കും ഇപ്പോൾ അങ്ങ് ഇന്നൊന്നും മറിയത് വേറെ ഒരു മരത്തിലേക്ക് ചെരിഞ്ഞ് പതുക്കെ മറിയത്. ഡ്രൈവറെ ഞാൻ വിളിച്ചപ്പോൾ വിളി കഴിഞ്ഞില്ല, പിന്നെ ഭയപ്പെട്ട് ഇരുന്നത് ആയിരുന്നു എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ ഡോർ തുറന്ന് പിന്നെ ഇറങ്ങി വരികയത്. വീതി കുറഞ്ഞ റോഡിലൂടെ ദിനംപ്രതി 30ഓളം ടോറസ് ലോറികളാണ് സർവീസ് നടത്തുന്നത്. 10 അടി മാത്രം വീതിയുള്ള റോഡിലൂടെ കൂറ്റൻ ടിപ്പർ ലോറികൾ സർവീസ് നടത്തുന്നതിനെതിരെ നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. നിരവധി തവണ പരാതിയും മറ്റും നൽകിയെങ്കിലും അധികൃതർ കൈയൊഴിഞ്ഞു. ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ 120 ദിവസത്തോളം നാട്ടുകാർ പന്തൽ കെട്ടി സമരം നടത്തിയിരുന്നു. അപകടം നടന്ന റോഡിന്റെ 100 മീറ്ററോളം വരുന്ന ദൂരത്തിലും കെട്ട് അപകടാവസ്ഥയിലായിരിക്കുകയാണ്. കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ റെജി ജോണിന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാരായ PC ഭാസ്കരൻ, ലിസി ജോസ് എന്നിവർ സ്ഥലത്തെത്തി. 50-ലധികം ടണ്ണും വെയിറ്റുള്ള വണ്ടികൾ നിരന്തരം ഇതിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. റോഡുകൾക്ക് നാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള യാഥാർത്ഥ്യം അവർക്കും അറിയാം. ഇന്നുണ്ടായത് അതിൻ്റെ ഒരു ബാക്കിയാണ്. ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ഒരു പാലും കൊണ്ടുപോയ കൃഷിക്കാരൻ്റെ അവൻ ജീവൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഈ ഒരു സംഭവം ഇനി മുന്നോട്ട് പോകാൻ നമുക്ക് ഇങ്ങനെ ഒരു അപകടകരമായ അവസ്ഥയിൽ ഇങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതിനൊരു തീരുമാനമുണ്ടാകണം. ടോറസ് ലോറി മറിഞ്ഞ് സംരക്ഷണ ഭിത്തി തകർന്നതോടെ ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണ പൈപ്പും പമ്പിംഗ് ലൈനും പൂർണ്ണമായി തകർന്നു. അനധികൃത മണ്ണ് ഖനനം നടത്തുന്നതിനെതിരെ ആയവന പഞ്ചായത്ത് ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. പഞ്ചായത്തിലെ 10ാം വാർഡിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് അനധികൃത മണ്ണെടുപ്പ് നടക്കുന്നതെന്ന പരാതിയെ തുടർന്നാണ് നടപടി.
കാലാവധി കഴിഞ്ഞ പെർമിറ്റിന്റെ മറവിൽ നടക്കുന്ന വൻ മണ്ണെടുപ്പിനെതിരെ ആയവന പഞ്ചായത്ത് ഓഫീസിൽ വിജിലൻസ് സംഘത്തിന്റെ മിന്നൽ പരിശോധന. പഞ്ചായത്തിലെ 10-ാം വാർഡിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് അനധികൃത മണ്ണെടുപ്പ് നടക്കുന്നതെന്ന പരാതിയെ തുടർന്നാണ് നടപടി. 2022 ജിയോളജി വകുപ്പിൽ നിന്നും ലഭിച്ച ബിൽഡിംഗ് പെർമിറ്റിന്റെയും അനുമതിയുടെയും മറവിലാണ് മരുതൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മണ്ണുമാഫിയ കഴിഞ്ഞ കുറച്ചു കാലമായി മണ്ണെടുപ്പ് നടത്തിവരുന്നത്. ജിയോളജി പെർമിറ്റിന്റെ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ഭൂവുടമ വീണ്ടും അപേക്ഷ നൽകിയെങ്കിലും വകുപ്പ് അത് നിരസിച്ചിരുന്നു. എന്നാൽ ജിയോളജി അനുമതി നിലവിലുണ്ടെന്ന് കാണിച്ച് നാട്ടുകാരെ കബളിപ്പിച്ചാണ് തുടർന്ന് മണ്ണെടുപ്പ് നടത്തിയത്. പ്രദേശവാസികൾ വിജിലൻസിന് നൽകിയ ഇമെയിൽ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊച്ചി വിജിലൻസ് യൂണിറ്റിൽ നിന്നുള്ള 6-അംഗ സംഘം പഞ്ചായത്ത് ഓഫീസിൽ പരിശോധന നടത്തിയത്. ബിൽഡിംഗ് പെർമിറ്റുമായി ബന്ധപ്പെട്ട ഫയലുകളും മറ്റ് അനുബന്ധ രേഖകളും വിജിലൻസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. മണ്ണുമാഫിയയുടെ സ്വാധീനത്തിന് വഴങ്ങാതെ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കും മാഫിയ സംഘത്തിനുമെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. കേരള സർക്കാർ നടപ്പാക്കുന്ന തൂഫാൻ ലഹരിവിരുദ്ധ ക്യാമ്പിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജനറൽ സെക്രട്ടറി ജോസ് വർഗീസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് അസോസിയേഷൻ പ്രസിഡന്റ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി. ചടങ്ങിൽ വാഴക്കുളം പൈനാപ്പിളിന്റെ മഹത്വവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കാനും സത്യസന്ധതയോടെയും ഐക്യത്തോടെയും സാമൂഹിക ഉത്തരവാദിത്വത്തോടെയും പ്രവർത്തിക്കാനും പ്രതിജ്ഞയെടുത്തു. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. കോലഞ്ചേരി ഞാറ്റുംകാലായിൽ NB ഇട്ടിയവര 90 നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച 2:30 പുത്തൻകുരിശ് IPC സെമിത്തേരിയിൽ. ഭാര്യ പരേതയായ ഏലിയാമ്മ കാരിക്കോട് ആനക്കുഴിയിൽ കുടുംബാംഗം. മക്കൾ മേഴ്സി, സാജു, ഷില്ലി, ജോൺസൺ, ഷീബ, ഷീന. മരുമക്കൾ പാസ്റ്റർ CP കുര്യാക്കോസ്, സുബി സാജു, ഹെസക്കിയോൻ PJ, റീന ജോൺസൺ, ഇവ, ഷാജു ഐപ്പ്, മനോജ് മാത്യു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.